കുടിവെള്ളക്ഷാമത്തിനും തെരുവു വിളക്കുകൾ പ്രവർത്തിക്കാത്തതിനും പിന്നാലെ തിരുവനന്തപുരം നഗരസഭയ്ക്ക് തലവേദനയായി മാലിന്യ പ്രശ്നവും. ശുചീകരണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞതോടെ നഗരത്തിലെ പലയിടങ്ങളിലും മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നു. പ്രശ്നത്തിൽ നഗരസഭ അടിയന്തരമായി ഇടപെടണമെന്ന് നഗരവാസികളുടെ ആവശ്യം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP അധികാരത്തിൽ വന്നിട്ട് 4 മാസം പിന്നിട്ടു. മേയറുടെയും പുതിയ ഭരണസമിതിയുടെയും അവകാശവാദങ്ങൾക്കും വാഗ്ദാനങ്ങൾക്കും അപ്പുറം തലസ്ഥാനത്തെ പലയിടങ്ങളിലെയും കാഴ്ച ഇങ്ങനെയാണ്. വീടുകളിൽ നിന്നുള്ള അജൈവ മാലിന്യ ശേഖരണം പാളിയതാണ് നഗരത്തിലെ മാലിന്യ പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് ആക്ഷേപം. പുലർച്ചെ 4 മണിക്ക് ആരംഭിച്ചിരുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ നിലച്ചതോടെ ചാക്ക, കുന്നുകുഴി, വള്ളക്കടവ്, ഈഞ്ചക്കൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ മാലിന്യത്താൽ പൊറുതിമുട്ടുകയാണ്. ശുചിയാക്കുമെന്ന് പ്രഖ്യാപിച്ച ആമയിഴഞ്ചാൻ തോടിന്റെ അവസ്ഥയും വിഭിന്നമല്ല. തോട് മാലിന്യക്കെട്ടായി തുടരുകയാണ്. ചവർ കാരണം നമുക്ക് ഒരു മഴ വരുമ്പോഴാണ് ഇതിൽ കൂടുതൽ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത്. ഈ സ്മെല്ല് അപ്പോഴാണ് വരുന്നത്. ഇപ്പോഴും വലിയ പ്രശ്നം ഇതില്ല. പക്ഷേ ഈ മഴ വരുമ്പോൾ ഇവിടെ ഇരിക്കാൻ പറ്റില്ല. കൊതുകിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഭയങ്കര ശല്യമാണ്. അതുപോലെ തന്നെ ഈ ആൾക്കാർ വന്ന് കൊണ്ട് എറിഞ്ഞിട്ട് പോവുകയാണ്. ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞ് ക്യാമറ ബോർഡ് വെക്കുന്നതല്ല, ക്യാമറ ഒന്നും അവർ വെച്ചിട്ടില്ല. പല സ്ഥലത്തും കോർപ്പറേഷൻ ബോർഡ് വെച്ചിരിക്കുന്നു ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞ് നിരീക്ഷണത്തിൽ, പക്ഷേ ക്യാമറ ഇല്ല. കാനകളുടെ ശുചീകരണവും മണ്ണുനീക്കലും ഇപ്പോൾ പൂർണ്ണമായും നിലച്ചു. മഴക്കാലം വരുന്നതോടെ വെള്ളക്കെട്ട് രൂക്ഷമാകുമെന്നാണ് ആശങ്ക. പ്രശ്നം പരിഹരിക്കാൻ നഗരസഭ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ പ്രതിഷേധമുയർത്താനും ജനങ്ങൾ ആലോചിക്കുന്നുണ്ട്. ശുചീകരണ സംവിധാനത്തിലെ വീഴ്ചയും കോർപ്പറേഷൻ ഭരണത്തിന്റെ മന്ദഗതിയുമാണ് തലസ്ഥാനത്തെ പ്രതിസന്ധിയിലാക്കുന്നത്. മാലിന്യങ്ങൾ ഒക്കെ തന്നെ നീക്കം ചെയ്ത് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തണമെന്ന് തന്നെയാണ് ജനങ്ങളുടെ ആവശ്യവും.